Breaking news: NIA in Kerala for Thahavur Rana. 26/11 മുംബൈ ഭീകരാക്രമണം നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, അല്ലേ? എനിവേ, 26/11 മുംബൈ ഭീകരാക്രമണത്തിൻ്റെ ഗൂഢാലോചനക്കാരനായ തഹാവൂർ റാണ കൊച്ചി സന്ദർശിക്കുന്നു. എന്നാൽ ഇയാളുടെ ഉദ്ദേശം ഇനിയും കണ്ടെത്താനായിട്ടില്ലെന്നാണ് ലോക്നാഥ് ബെഹ്റയും NIA ഒഫീഷ്യൽസും പറയുന്നത്. ലോക്നാഥ് ബെഹ്റ ഓർക്കുന്നുണ്ടാവും. ഇദ്ദേഹം റിട്ടയർഡ് ഇന്ത്യൻ പോലീസ് ഓഫീസറാണ്. കേരളത്തിലായിരുന്നു, വിജിലൻസിലേക്ക് ഇരുന്നതാണ്. ഭീകരതയെ ചോദ്യം ചെയ്ത് മുൻ ദേശീയ അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇതിൻ്റെ മാസ്റ്റർ മൈൻഡായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി, അദ്ദേഹം US നിന്നാണ്, ഒരു പതിറ്റാണ്ട് മുഴുവൻ അന്വേഷണത്തിൻ്റെ ഭാഗമായി അമേരിക്കയിലായിരുന്നു. റാണയെ US നിന്നും കൈമാറിയത് സുപ്രധാനമായ ഒരു ചുവടുവയ്പ്പാണെന്ന് ബെഹ്റ പറയുന്നു. 26/11 മുംബൈ ഭീകരാക്രമണത്തിലുള്ള ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ ഇതിന് അന്വേഷണത്തിന് കഴിയും എന്ന് വിശ്വസിക്കുന്നു. മുൻ കേരള പോലീസ് മേധാവിയായ ബെഹ്റ പറയുകയാണ്, ഞാൻ വ്യക്തിപരമായി വളരെ സന്തോഷവാനാണ്. NIA കുറ്റപത്രം സമർപ്പിച്ചതിന് 14 വർഷത്തിന് ശേഷം ഒടുവിൽ ഈ ഒരു കൈമാറ്റം നടക്കാൻ പോകുന്നു. റാണ കൊച്ചി സന്ദർശനത്തിൻ്റെ തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ടെന്ന് മുൻ NIA ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. ഇപ്പോൾ നമുക്കത് കണ്ടെത്താനാകും. റാണ ആദ്യമായി വളരെ അടുത്ത ഇടപെടലിലുണ്ടായിരുന്നു. അന്വേഷണത്തിന് അക്കാര്യം വെളിപ്പെടുത്താനും കഴിയും. ആക്രമണത്തിന് പിന്നാലെ വലിയ ഗൂഢാലോചന, ആക്രമണത്തിന് പിന്നിൽ ഫണ്ടർമാർ, മുൻ അജ്ഞാതരായ ആൾക്കാരുകൾ, അഭിനേതാക്കൾ എന്നിവരുടെ പങ്കും ഈ ഒരു അന്വേഷണത്തിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേരള പോലീസ് ദേശീയ അന്വേഷണ സംഘത്തിൻ്റെ വിവരം കൈമാറിയിരുന്നത് പിന്നീട് അന്വേഷണം ഏറ്റെടുത്ത് ഏജൻസി NIA പുനഃ നിർദ്ദേശിച്ചു. റാണയുടെ കൊച്ചി യാത്ര ഒരു മറയ്ക്ക് വേണ്ടി ആയിരിക്കാം. കേരളത്തിൽ നടക്കുന്ന ഏതെങ്കിലും ഭീകര ആക്രമണത്തിന് വേണ്ടിയായിരിക്കും ഈ യോഗം ചേരുന്നത്. മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടക്കുകയാണ്. തഹാവൂർ റാണയുടെ കേരള സന്ദർശനത്തെ കുറ്റപ്പെടുത്തി കൊണ്ടുവന്ന ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇത് ചോദ്യം ചെയ്യപ്പെടുകയാണ്. NIA ആസ്ഥാനം ഇയാളുടെ ദക്ഷിണേന്ത്യൻ ബന്ധങ്ങളെക്കുറിച്ച് ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് റാണയുടെ കേരള സന്ദർശനം വിശദമായി NIA പഠിക്കുകയാണ്. പുറമെ ഇൻ്റലിജൻസ് ബ്യൂറോ IBയിലുള്ള ഉദ്യോഗസ്ഥർ റാണയെ ചോദ്യം ചെയ്തു വരികയാണ്. ആസ് പെർ റീസെൻറ്റ് ന്യൂസ് ഡേറ്റയാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കാണിക്കുന്നത്. റാണയെക്കുറിച്ചുള്ള വിശദമായി അന്വേഷിക്കാനാണ് ഏജൻസികളുടെ തീരുമാനം. 2008 ബാംഗ്ലൂർ സ്ഫോടനം കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ആദ്യമായി ബന്ധപ്പെട്ട കേസുകളുടെ പങ്കാളിത്തം, കേരളത്തിൽ നിന്നുള്ള തീവ്രവാദികളുടെ റിക്രൂട്ട്മെൻറ്റ്, തഹാവൂർ റാണ ഉണ്ടായിരുന്നുവെന്നുള്ള നിഗൂഢമായ ഇൻഫർമേഷൻസ്, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് അവരുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് റാണ അന്നത്തെ കാലത്തെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ കേരളത്തിൽ താമസിച്ചതും ഭാര്യയ്ക്കൊപ്പം അന്ന് കൊച്ചിയിലായിരുന്നു എന്നുള്ള ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ട്. റാണ ഏകദേശം 13 ഫോൺ നമ്പറുകൾ ബന്ധപ്പെട്ടു. എന്നാൽ ആ സമയത്ത് അതിനെക്കുറിച്ചുള്ളൊരു അന്വേഷണം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ സമയത്ത് NIA ഏറ്റവും കൂടുതൽ ആ 13 ഫോൺ നമ്പറുകൾ ട്രേസ് ഔട്ട് ചെയ്ത് അതുമായിട്ട് ഉള്ള ഡീറ്റെയിൽസ് ആണ് കളക്ട് ചെയ്യുന്നതെന്നാണ് ന്യൂസ് ഡേറ്റ കാണിക്കുന്നത്. എനിവേ, താങ്ക് യു ഫോർ ലിസണിങ്. ഫോർ മോർ ഡീറ്റെയിൽസ് ആൻഡ് വീഡിയോസ് പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ന്യൂവസ്റ്റ് മീഡിയ പോസ്റ്റ്. താങ്ക് യു.